എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ബാധകമാണോന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോക്കുന്നത് നിങ്ങളെയാണോ തേർഡ് പാർട്ടിയെയാണോ ആ വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടമെന്നതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിമറിച്ച, ജീവിതത്തിലെ ദിശ മാറ്റിയൊരു വ്യക്തിയാണ്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, നിങ്ങളുമായിട്ട് അടുക്കാൻ വേണ്ടി, നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റിയൊരു വ്യക്തിയാണ്. തനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകുമോ അതിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്തത്. താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി സ്വയം മാറുകയായിരുന്നു. താൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിക്കണം, താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തന്നെ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണണം, ആ വ്യക്തിയുമായിട്ടൊരു സ്നേഹം ഉണ്ടാകണം, ആ വ്യക്തിയുമായിട്ടൊരു നന്മ ഉണ്ടാകണം, ആ വ്യക്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് മാറ്റണം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അതിന് തൻ്റെ ഭാഗത്തു നിന്നുണ്ടോ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തനിക്ക് ജീവിതത്തിൽ സുഖവും സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തിലെ ആ വ്യക്തിയിൽ നിന്നും മാറ്റി ഉള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള എന്തെല്ലാം ഘടകമാണോ, അതൊരവസ്ഥയാണോ, സ്വഭാവമാണോ, മറ്റേതെങ്കിലും കാര്യങ്ങളാണോ, അതെല്ലാം മാറ്റി താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വഴി തിരഞ്ഞെടുക്കുക. തനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വഴിയാകാം, താൻ ഒരിക്കലും പോകാത്തൊരു വഴിയാകാം. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. തൻ്റെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി വാക്കുകൾ മാറ്റുക, വാചകങ്ങൾ മാറ്റുക, അവസ്ഥ മാറ്റുക, ജീവിത രീതി മാറ്റുക, സ്ഥലം മാറുക. അങ്ങനെ പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുക. അത് ആ വ്യക്തി ചെയ്യും. അതായത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയല്ല. കേവലം നിങ്ങൾക്ക് വേണ്ടിയാണ്. ആരെങ്കിലൊക്കെ ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടാകാം മാറാതിരിക്കാൻ വേണ്ടി. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പിടിച്ചുകൊണ്ട് തേർഡ് പാർട്ടി നിങ്ങൾക്കെതിരെ ചില ചലനങ്ങൾ ആ വ്യക്തിയിൽ സൃഷ്ടിച്ചേക്കാം. പക്ഷേ ആ വ്യക്തി അത് മൈൻഡ് ചെയ്യുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ വേണം, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോട് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതുപോലെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി പോകുന്നത്. തന്നെ ഇഷ്ടപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മാറ്റം വരുത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്കല്ല പ്രസക്തി നൽകുന്നത്. കേവലം ആ വ്യക്തിയുടെ മനസ്സിനാണ്, നിങ്ങളോടുള്ള സ്നേഹത്തിനാണ്. ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. വെറുതെ കേവലം ജീവിക്കുകയല്ല. കുടുംബം, കുട്ടികൾ, വിവാഹം, കുട്ടികൾ ജനിക്കുക, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, നന്മ നിറഞ്ഞൊരു ജീവിതം, ഒരു സമാധാനപരമായ കുടുംബജീവിതം ഉണ്ടാകുക. അതിൽ ആത്മീയ ചൈതന്യത്തോടുകൂടി പ്രവർത്തിക്കുക, ആത്മീയ ചൈതന്യത്തോടെ ഒരു സമാധാനപരമായ കുടുംബജീവിതത്തിലേക്ക് പോവുക, അതിൽ ഉൾക്കൊണ്ട് ജീവിക്കുക, അതിൽ അഭിമാനിക്കുക. തൻ്റെ കുടുംബമാണ് തനിക്ക് ഏറ്റവും വലുത്. കുടുംബത്തേക്കാൾ വലുതൊന്നുമില്ല. ഇവിടെ തേർഡ് പാർട്ടിക്കൊന്നും ഒരു സാധ്യതയെ ആ വ്യക്തി കൊടുക്കുന്നില്ല. തേർഡ് പാർട്ടി പല അടവുമായിട്ട് ചിലപ്പോൾ ആ വ്യക്തിയെ സമീപിക്കുന്നുണ്ടാകാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയോട് ദേഷ്യം തോന്നാം, ഈ വ്യക്തിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നല്ലാതെ ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനും, നിങ്ങൾ അകന്നു പോകാനും, നിങ്ങളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കാനും, എല്ലാ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കാനൊക്കെയാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്. പക്ഷെ ആ വ്യക്തി അങ്ങനെയല്ല. ആ വ്യക്തിക്കറിയാം തേർഡ് പാർട്ടി പറയുന്നത് പൂർണ്ണമായി കളവാണെന്ന്. തേർഡ് പാർട്ടിയല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആ വ്യക്തിയോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഇന്നിന്ന കാര്യങ്ങൾ വിട്ടുകൊടുക്കരുത്, ഇന്നിന്ന കാര്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കണം, അത് അവർ വിചാരിക്കുന്നത് പോലെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കണം എന്നിത്യാദി കാര്യങ്ങൾ ഈ തേർഡ് പാർട്ടി ആ വ്യക്തിയോട് പറയുന്നുണ്ടാവും. പക്ഷേ ആ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തേർഡ് പാർട്ടിയുടെ ഈ കുത്തിത്തിരിപ്പ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി പോകുന്നത്. എല്ലാം മനസ്സിലാക്കിയാണ് പോകുന്നത്. നിങ്ങൾ
ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കരുതുന്നത്. ഒരു തേർഡ് പാർട്ടിക്കും ഈ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. ആ വ്യക്തിയുടെ ചിന്തയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. സമൂലമായ മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുണ്ടാകും. ആ വ്യക്തി കരുതിയിരുന്നത്, ചിന്തിച്ചിരുന്നത്, ആ വ്യക്തി എന്നെന്നും തുടരാൻ ആഗ്രഹിച്ചിരുന്നത്, ആ വ്യക്തിയുടെ വിശ്വാസ പ്രമാണങ്ങളായിട്ടുണ്ടായിരുന്നത്, ആ വ്യക്തി എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, അതൊക്കെ അതിലുണ്ടായ ന്യൂനതകളും ചിന്തകളിലുണ്ടായ ന്യൂനതകളെല്ലാം മാറ്റി പോസിറ്റീവായിട്ട് മാറാൻ ശ്രമിക്കുന്നു. അതായത് നിങ്ങളെ ഇഷ്ടമാണ്. ആരൊക്കെയോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയും നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാക്കാൻ വേണ്ടിയും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ മാത്രം മതി. ഒരു തേർഡ് പാർട്ടിക്കോ ഒരു ആൾക്കോ അവിടെ സ്ഥാനമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും താൻ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും തൻ്റെ വേണ്ടപ്പെട്ടവരെയും താൻ വലുതെന്ന് കരുതിയിരുന്ന ഭൗതിക ജീവിതം, കരിയർ, എന്തുമാവട്ടെ, ആ വ്യക്തിയുടെ സർക്കിളിലുണ്ടായി എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട്, എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ ആഴമാണ് അവിടെ അറിയേണ്ടത്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രൊട്ടക്ഷനാണ് വരുന്നത്. നിങ്ങളെ സഹായിക്കുന്ന ആ വ്യക്തിയെ സഹായിക്കുന്ന നിങ്ങളെയാണ് കാണുന്നത്. പരസ്പരം സ്നേഹിക്കുക മാത്രമല്ല, സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു ദുഃഖം ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു കുഴപ്പമുണ്ടായാൽ ഇടപെട്ട് നന്മ ചെയ്യുന്നു. അത് യഥാർത്ഥ പ്രണയത്തിൻ്റെയും യഥാർത്ഥ ഇഷ്ടത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് നമുക്ക് കൂട്ടാം. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അകലാൻ ആഗ്രഹിക്കുന്നില്ല. സാമ്പത്തികമായ നേട്ടത്തിനല്ല. സഹായം ആവശ്യപ്പെട്ട് നിങ്ങൾ വരുമ്പോൾ കൈനീട്ടാൻ ആ വ്യക്തി വരുമ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നു. പരസ്പരം ഏറ്റവും ട്രൂ ലവ്, ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾ മാറുന്നു. പരസ്പരം സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഏറ്റവും ആദ്യം ആ വ്യക്തിയെ വിളിക്കുന്നു. ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യം ആ വ്യക്തിയെ വിളിക്കുന്നു. എനിക്ക് സഹായിക്കാൻ എൻ്റെ വ്യക്തി മതി. എൻ്റെ വ്യക്തിയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എൻ്റെ വ്യക്തിയോട് സഹായം ചോദിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. എല്ലാത്തിനും എൻ്റെ ഒപ്പം കൂടെ വേണം, അതുണ്ടാകും. അങ്ങനെ ഒരു ചിന്തയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടിക്കും ഒരാൾക്കും ഒന്നിനും ഒരു പ്രാധാന്യമില്ല, ഒരു സാധ്യതയുമില്ല. നിങ്ങളെ മാത്രം ആ വ്യക്തി സ്നേഹിക്കും. ഭാവി ജീവിതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും, ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ വിജയിക്കുന്നതിനെക്കുറിച്ചും, ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത്, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട്, ഒരുമിച്ച് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ജീവിതത്തിൽ എന്നെന്നും നേട്ടം ഉണ്ടാക്കാനും ഒരുമിച്ച് നിൽക്കാനും ആർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈകടത്താൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കും. നേട്ടങ്ങളുടെ കൊടുമുടികളിൽ നിങ്ങൾ എത്തിച്ചേരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.